വയനാട്ടിലും കോഴിക്കോടും പാലക്കാടും ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദവും മുഴക്കവും കേട്ടെന്ന നാട്ടുകാർ. പിണങ്ങോടും അമ്പലവയലിലും എടക്കലിലും അസാധാരണ ശബ്ദം കേട്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വയനാട് നെന്മേനി പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് അവധി നൽകി. കോഴിക്കോട് കൂടരഞ്ഞിയിലും കലങ്ങോടും പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. അസാധാരണ ശബ്ദമുണ്ടായ പ്രതിഭാസം കേന്ദ്ര സംഘത്തെ ധരിപ്പിച്ചെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ കളക്ടറേറ്റിലായിരുന്നു. MLA മാരും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഉദ്യോഗസ്ഥരും കളക്ടറും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം തന്നെ അതിന് വേണ്ട ഇടപെടൽ ഞങ്ങളെല്ലാവരും അപ്പം തന്നെ ഇരുന്ന് കൂടിയാലോചിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പരിശോധനയിൽ വന്നിട്ടുള്ള ഭൂചലനമല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അതും പരിശോധിക്കാം. എന്തായാലും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാ നിലയിലും അതിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വന്നാൽ മാത്രമേ ആധികാരികമായി എന്തെന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെയും കാണുന്നത്. ഈ പ്രത്യേക സംഭവം കേന്ദ്ര സംഘത്തെ അറിയിക്കുന്ന സ്ഥിതിയുണ്ടായി. അവരും വരുമ്പോഴാണ് ഇത് നടന്നിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഗൗരവത്തെക്കുറിച്ച് അവർക്കും ശരിയായ അർത്ഥത്തിൽ ബോധ്യമായിട്ടുണ്ട്. നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ പറഞ്ഞു. ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുക്കും. ഇപ്പം നിലവിലെ ഒരാഴ്ച മുമ്പേ അല്ലേ നമുക്ക് ഇതൊക്കെ എല്ലാം സംഭവിച്ചത്. സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ദേ ആർ ഓൾ ലുക്കിംഗ് ഇൻ ടു ദോസ് തിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇവാക്യുവേഷൻ ചെയ്യൂ. ഒരു പാനിക് ആവണ ആവശ്യമില്ല. ആവശ്യമെങ്കിൽ ജനങ്ങളെ അമ്പലവയൽ സ്കൂളിലേക്ക് മാറ്റുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. സാധാരണ കുലുക്കം ഭൂചലനമല്ലെന്ന് നാഷണൽ സെന്റർ ഓഫ് സെയ്സ്മോളജി വിദഗ്ധൻ RK സിംഗ് 24നോട് പറഞ്ഞു. അസ്വാഭാവികതയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ ഭൂകമ്പ സൂചനയില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് പലയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം വിപിൻ C വിജയനിലേക്ക്. വിപിൻ, ഈ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു. ഏതു തരത്തിലുള്ള നടപടികളാണ് അവിടെ? ഈ കാര്യത്തിൽ ഇതൊരു ഭൂചലനമാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലല്ലോ, അല്ലേ? ഇല്ല, രാവിലെ ഒരു 10:30 കൂടിയാണ് വയനാട്ടിൽ ആദ്യമേ ഇങ്ങനെ ഒരു പ്രകമ്പനമുണ്ട്, ഒരു അസാധാരണമായ ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് നാട്ടുകാർ ആദ്യം തന്നെ പറഞ്ഞത്. അത് ഈ അമ്പലവയൽ എടക്കൽ ഗുഹ ആ ഒരു പ്രദേശത്തായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു സംഭവം ആളുകൾ കൂട്ടമായി പറയുകയും അവിടുത്തെ സ്കൂൾ അവധി കൊടുക്കുകയും ചെയ്തത്. കാരണം ഈ ഒരു പ്രകമ്പനത്തിന്റെ ഉറവിടം എവിടെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു പരിഭ്രാന്തരായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നിലനിന്നിരുന്നു. പിന്നീടാണ് പല പല സ്ഥലങ്ങളിൽ ഈ ഒരു ശബ്ദവും അതുപോലെ തന്നെ ഒരു ഭൂചലനത്തിന് സമാനമായിട്ടുള്ള ചില പ്രകമ്പനവും ഉണ്ടായിരുന്നു എന്നുള്ളത് പുറത്തേക്ക് വരുന്നത്. അതിപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് പാലക്കാടും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങളിലടക്കം ഇത്തരത്തിലുള്ള ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പക്ഷേ വയനാട് ജില്ലാ ഭരണകൂടം നിലവിൽ അത് ഈ ഒരു സംഭവം ഉണ്ടായ ആ സമയത്ത് കേന്ദ്ര സംഘം ഇവിടെയുണ്ട്. ജിയോളജിക്കൽ സർവേയുടെ അടക്കമുള്ള പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ മുണ്ടക്കയിലെ സ്ഥലങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അതിന്റെ പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് വയനാട്ടിലെത്തുകയും നമ്മുടെ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അത് എന്താണ് ഒരു പ്രകമ്പനത്തിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതിന്റെ ഗൗരവം കൃത്യമായി വയനാട്ടിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ വലിയൊരു ദുരന്തം നടക്കുന്നു, അതിന്റെ തൊട്ട് അടുത്ത ആഴ്ച തന്നെ ഇത്തരത്തിലുള്ള ചില ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു ആശങ്ക, അവർക്കുണ്ടാകുന്നൊരു പരിഭ്രാന്തി, അതിന്റെ ഒരു ഗൗരവം കേന്ദ്ര സംഘത്തെ കൃത്യമായി അറിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടുന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ചർച്ചകളും നടത്തിയിരുന്നു. അതിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഭൂചലനമല്ല എന്നുള്ള വിവരമാണ് വയനാട് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നത്. അത് പക്ഷേ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇവിടെ നിലവിൽ ഇപ്പോൾ ജനങ്ങളുടെ ഒരു ആശങ്ക മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ആർക്കെങ്കിലും ആശങ്കയുണ്ട് അല്ലെങ്കിൽ താമസിക്കാൻ പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മാറി താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തുകളടക്കം അതിൽ കാര്യക്ഷമമായി തന്നെ ഇപ്പോൾ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ പൊഴുതന പഞ്ചായത്തൊക്കെ അങ്ങനെ മാറേണ്ടവർക്കുള്ള സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു. പറഞ്ഞതുപോലെ അമ്പലവയൽ സ്കൂളിൻ്റെ അവിടെയും ഒരുക്കി കഴിഞ്ഞു. ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലവിലെ ഒരു വിലയിരുത്തൽ എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ അവിടെ ഭൂഗർഭ ജല വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്, ജിയോളജിക്കൽ വകുപ്പിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികതയുണ്ട് എന്ന് അവരുടെ റിപ്പോർട്ട് വരികയാണെങ്കിൽ ഉടൻ തന്നെ ആ പ്രദേശത്തുള്ളവരെ മുഴുവനായും മാറ്റുന്നതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതുവരെയും പരിഭ്രാന്തരാകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. കൃഷ്ണ, ശരി, വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിപിൻ സി വിജയൻ.